ഹലോ കൂട്ടുകാരെ, മഴ ദൂരം മുൻപേ ഇന്നത്തെ എപ്പിസോഡിൽ അലീന അറിയുകയാണ് തൻ്റെ യഥാർത്ഥ അച്ഛനെക്കുറിച്ച്. കഥയിലോട്ട് കിടക്കുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യുക. അങ്ങനെ ഗംഗനും ശിവനും കൂടി സംസാരിക്കുന്നതിനിടയ്ക്കാണല്ലോ കമല വന്ന് പറഞ്ഞത് അലീന അവിടെ നിന്ന് പോയി. അപ്പോൾ അതിനുശേഷം ശിവൻ കമലയുടെ അടുത്ത് നന്നായിട്ട് വഴക്ക് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഗംഗൻ ചോദിക്കും, എന്തിനാണ് ശിവ നീ ഇങ്ങനെ ആവശ്യമില്ലാത്ത വഴക്കുണ്ടാക്കുന്നത് എന്ന്. അപ്പോൾ ശിവൻ പറയും, എൻ്റെ ഗംഗേട്ട ഒരു മനസ്സമാധാനത്തിന് വേണ്ടിയിട്ടാണ്. കൈ വീശി രണ്ടെണ്ണം കൊടുക്കാൻ എനിക്ക് അറിയാഞ്ഞിട്ടില്ല, പിന്നെ അതിൻ്റെ വരുംവരായികൾ ഞാൻ തന്നെ തലയിൽ ചുമക്കണമല്ലോ. ഇതിപ്പോൾ രണ്ടെണ്ണം പറഞ്ഞാൽ എനിക്കൊരു മനസ്സുഖെങ്കിലും ഉണ്ടെന്ന്. അപ്പോഴാണ് അത് കൂടെ വൈജ പോകുന്നത് കാണും. വൈജ ഇങ്ങനെ ഫോണിൽ നോക്കിയിട്ട് പോകുന്നത് കാണുമ്പോൾ ഗംഗൻ വിളിക്കും, വൈജയെ അവിടെ നിൽക്കുന്നത്. അപ്പോൾ വൈജ ചോദിക്കും, എന്താ ഗംഗേട്ടാ എന്താ കാര്യമെന്ന്. അപ്പോൾ നീ അറിഞ്ഞില്ലേ, കമല വന്ന് പറഞ്ഞില്ലേ അലീന അവിടെ നിന്ന് പോയിന്ന്, അപ്പോൾ നീ പോവല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വൈജ പറയും, ഒരുപാട് തവണ അവൾ വരലും പോകലും കഴിഞ്ഞതല്ലേ, അതുകൊണ്ട് 2 ദിവസം നിൽക്കട്ടെ, എന്നതിന് ശേഷമേ ഞാൻ പോകുന്നുള്ളൂ എന്ന്. എത്രയോ തവണ അവൾ ബാഗ് എടുത്ത് ഞാനിതാ പോയി എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയതാണ്. പോയതിനേക്കാൾ സ്പീഡിൽ അവൾ തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനൊക്കെ ഒന്ന് നോക്കി മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷം തന്നെ പോകുന്നുള്ളൂ. അപ്പോൾ ശിവൻ പറയും, അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ലല്ലോ, കാരണം അവൾ വന്ന് ഞങ്ങളോട് യാത്ര പറഞ്ഞു, അമ്മയോട് യാത്ര പറഞ്ഞു, എല്ലാവരോടും പറഞ്ഞിട്ടല്ലേ അവൾ പോയിട്ടുള്ളത്. അപ്പോൾ അവൾ പോയത് തന്നെയാണ്. അപ്പോൾ നീ എങ്ങനെയെങ്കിലും ഇപ്പോൾ അവിടേക്ക് ചെല്ലാൻ നോക്കുകയെന്ന്. അപ്പോൾ വൈജ പറയും, അതൊന്നും പറയാൻ പറ്റില്ല, പിന്നെ കൊണ്ടാക്കാൻ പോയിട്ടുള്ളത് ബാലചന്ദ്രനല്ലേ എന്ന്. അവരിനി പോയിട്ട് വല്ല ഹോട്ടലിലെങ്ങാനും മുറിയെടുത്ത് താമസിച്ച് സുഖിച്ച് ജീവിച്ച് 2 ദിവസം കഴിഞ്ഞ് തിരിച്ച് വന്നാൽ ഞാൻ വീണ്ടും പഴയതുപോലെ ആവില്ലേ. അതുകൊണ്ട് അതിന് ഞാൻ തയ്യാറല്ല. അവൾ പോയെന്ന് എനിക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഞാൻ പോവുള്ളൂ. അപ്പോൾ ശിവൻ പറയും, നീ എന്ത് അനാവശ്യമാണ് വൈജയ് പറയുന്നത്. അവർ പോയിട്ടുള്ളത് അവളെ കൊണ്ടാക്കാനാണ്. ആ കൊണ്ടാക്കാൻ പോയതിൽ എന്താണ് ഇത്ര തെറ്റ്. അപ്പോൾ വൈജി ചോദിക്കും, ഇവിടെയുള്ള ജോലിക്കാരി ജോലിയിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ കുളത്തൂപ്പുഴ കൊണ്ടുപോയി ആക്കി കഴിഞ്ഞാൽ മാത്രമേ അവൾക്കവിടെ ജോലി കയറാൻ പറ്റുള്ളൂ. ഇത് ഏതെങ്കിലും ജോലിക്കാർക്ക് കിട്ടുന്ന ഒരു സുഖമാണോ എന്നൊക്കെ പറയണം. അപ്പോൾ ശിവൻ പറയും, എടി മണ്ടി, ഇപ്പോൾ കയറി ചെല്ലണം, കാരണം ബാലചന്ദ്രൻ ഇപ്പോൾ ആ വീട്ടിലില്ല. ആ സമയത്ത് വേണം നീ കയറി ചെല്ലാൻ, കാരണം പിന്നീട് ഒരിക്കൽ കയറി ചെല്ലുമ്പോൾ ബാലചന്ദ്രൻ വീട്ടിലോട്ട് കയറാൻ സമ്മതിച്ചില്ലെങ്കിലോ. അതുകൊണ്ട് നീ ഇപ്പോൾ തന്നെ പോയി കയറണം. ബാലചന്ദ്രൻ വരുന്നതിനേക്കാൾ മുന്നേ പോയി കയറി നീ അവിടെ അധികാരം സ്ഥാപിക്കണം. എന്നാൽ പിന്നെ അയാൾക്ക് നിന്നെ അത്ര പെട്ടെന്ന് അവിടെ നിന്ന് ഇറക്കി വിടാൻ പറ്റില്ല എന്ന്. അപ്പോൾ ഗംഗനും പറയും, അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. നീ ഇപ്പോൾ തന്നെ പോകണം, ബാലചന്ദ്രൻ തിരിച്ചെത്തുന്നതിനൊക്കെ മുന്നേ നീ അവിടെ എത്തിയിട്ട് നീ അവിടെ അധികാരം സ്ഥാപിക്കണം എന്ന് പറയുകയാണ്. അപ്പോൾ ആ പറഞ്ഞതിൽ കുറച്ച് കാര്യമുണ്ടെന്ന് വൈജയ്ക്കും തോന്നും. കാരണം പിന്നെ പെട്ടെന്ന് ബാലചന്ദ്രന് വൈജയെ ഇറക്കി വിടാൻ തോന്നാൻ പാടില്ലല്ലോ. അതുകൊണ്ട് വൈജ എന്നാൽ ശരി ഞാൻ പോകാം എന്നുള്ള ചിന്തയിൽ തന്നെയാണ് വൈജി എത്തിയിട്ടുള്ളത്. അപ്പോൾ ശിവനോട് ഗംഗയോട് പറയും, എന്നാൽ ശരി ശിവേട്ട ഞാൻ പോകേണ്ട കാര്യം നോക്കട്ടെ. അങ്ങനെ വൈജ റൂമിൽ വന്നതിന് ശേഷം എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ബബിതേനെ വിളിച്ചാലോ എന്ന് ഓർമ്മ വരാം. അങ്ങനെ ബബിതയ്ക്ക് ഫോൺ ചെയ്യും. അങ്ങനെ ബബിതേനെ ഫോൺ ചെയ്ത് കഴിയുമ്പോൾ ബബിത കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് ഫോൺ എടുക്കുന്നത്. അപ്പോൾ ഫോൺ എടുക്കുന്നത് വീണ്ടും വൈജയുടെ ദേഷ്യം, എന്താ നിനക്ക് ഫോൺ എടുക്കാൻ മടിയെന്ന്, നിൻ്റെ പറ്റ തള്ള വിളിക്കുമ്പോൾ നിനക്കെന്താ ഫോൺ എടുക്കാൻ ഇത്ര മടിയെന്ന്. അപ്പോൾ ബബിത പറയും, എന്താണ് അമ്മ, എനിക്ക് ഒരു മൂഡുണ്ടായിരുന്നില്ല, ഏതാണ് കാര്യമെന്ന്. അപ്പോൾ വൈജ പറയും, നിൻ്റെ സംസാരം കേട്ടാൽ തന്നെ മനസ്സിലാവുമല്ലോ എന്തോ ഒരു വിഷമമുള്ള പോലെ. നിൻ്റെ ചേച്ചി ഇറങ്ങിപ്പോയതിൻ്റെ വിഷമത്തിലാവില്ലേ. അപ്പോൾ ബബിത പറയും, അമ്മയ്ക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ച് പറയാം, അമ്മയുടെ ദുഷ്ട വർത്തമാനം കേൾക്കണ്ട എന്ന് വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഫോൺ എടുക്കാതിരുന്നതെന്ന്. അപ്പോൾ വൈജ പറയും, ഞാനിപ്പോൾ ദുഷിച്ച ആളായി, എന്തായാലും ഇത്രയും കാലം സുഖിച്ചതിന് ശേഷം അവൾ അവിടെ നിന്ന് പോയല്ലോ, ഇനി ഏത് കുടുംബം നശിപ്പിക്കാനാണോ പോയിട്ടുള്ളത്, എന്തൊരു സുഖമായിരുന്നു അവൾക്ക് നമ്മുടെ വീട്ടിലെന്ന്. അപ്പോൾ ബബിത പറയും, ശരി തന്നെ, വളരെ സുഖമായിരുന്നു, അമ്മ നല്ല സുഖം കൊടുത്തിട്ടുണ്ടല്ലോ, അമ്മ ഇവിടെ ഉള്ള കാലത്ത് നല്ല സമാധാനം കൊടുത്തിട്ടുണ്ട്, അമ്മ പോയതിന് ശേഷം നല്ല സമാധാനം കൊടുത്തിട്ടുണ്ട്, ഒരുപാട് സമാധാനം അനുഭവിച്ചിട്ടുണ്ട് ആ പാവം, അതുകൊണ്ട് അത് ആ പാവ എവിടേക്കെങ്കിലും പൊക്കോട്ടെ എന്ന്. അപ്പോൾ വൈജയ്ക്ക് അത് കേൾക്കുമ്പോൾ വീണ്ടും ദേഷ്യം വരും. വൈജ പറയും, നിങ്ങളൊക്കെ അമ്മയെ എതിർത്ത് പറയാൻ എന്ന് മുതലാണ് എതിർത്ത് പറയാൻ തുടങ്ങിയതെന്ന് ആലോചിച്ചാൽ തന്നെ മനസ്സിലാവും നിങ്ങൾക്ക് അവൾ എത്രമാത്രം ട്രെയിനിങ് നൽകിയിട്ടുണ്ടെന്ന്. അപ്പോൾ അത് കേൾക്കുമ്പോൾ ബബിതയ്ക്ക് കൂടുതൽ ദേഷ്യം വരും. ബബിത പറയും, അലീന ചേച്ചി ഞങ്ങളെ നല്ലത് മാത്രമേ പഠിപ്പിച്ചിട്ടുള്ളൂ, നല്ലത് കണ്ടാൽ നല്ലതെന്ന് പറയാനും ചീത്തത് കണ്ടാൽ ചീത്തതെന്ന് പറയാൻ മാത്രമേ പഠിപ്പിച്ചിട്ടുള്ളൂ, അല്ലാതെ നല്ലത് കണ്ടു കഴിഞ്ഞാലും മുഖം തിരിക്കാനും ചീത്തത് കണ്ടു കഴിഞ്ഞാലും മിണ്ടാതിരിക്കാനൊന്നും ഞങ്ങളെ പഠിപ്പിച്ചിട്ടില്ല, ഞങ്ങൾ നല്ലത് മാത്രമേ പഠിപ്പിച്ചിട്ടുള്ളൂ, അമ്മയ്ക്ക് എന്താ അറിയേണ്ടതെന്ന്. അമ്മ പറയും, അതല്ല, അവൾ പോയ വിവരം അറിയാൻ വേണ്ടി വിളിച്ചതാണ്, ബാലചന്ദ്രനാണ് അവളെ കൊണ്ടാക്കാൻ പോയിട്ടുള്ളതല്ലേന്ന്. അപ്പോൾ ബബിത പറയും, അതെ അച്ഛനാണ് കൊണ്ടാക്കാൻ പോയിട്ടുള്ളത്, അതിനെന്താ കുഴപ്പമെന്ന്. ഒന്നുമില്ല, ഞാൻ അങ്ങോട്ട് വരുന്ന കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാണ് എന്ന് പറയും. ബബിത പറയും, അമ്മയ്ക്ക് അങ്ങനെ നിർബന്ധമാണ് വെച്ചെങ്കിൽ അമ്മയുടെ റൂം ഞാൻ വൃത്തിയാക്കി വെക്കാം എന്ന് പറഞ്ഞ് ബബിത ഫോൺ കട്ട് ചെയ്യണം. അങ്ങനെ വൈജ ബാഗൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സാധനങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് വാതിലുമേൽ ആരോ മുട്ടുന്ന ശബ്ദം കേൾക്കുന്നത്. അപ്പോൾ വൈജ പറയും, വാതിലടച്ചിട്ടില്ല, അകത്തേക്ക് കയറി വന്നോളൂ.
അപ്പോൾ അത് കമലയാണ്. അപ്പോൾ കമല ചോദിക്കും, നീ എന്താ വൈജി ബാഗൊക്കെ പാക്ക് ചെയ്യുന്നതെന്ന്. അപ്പോൾ വൈജി പറയും, അതെന്താ കമലയെടുത്തി അങ്ങനെ ഒരു ചോദ്യം, ഞാനിവിടെ നിന്ന് പോകാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചിരുന്നത് കമലയെടുത്തിയല്ലേ. ഞാൻ ഇവിടെ വന്നതേ കമലയെടുത്തിക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. എന്നിട്ട് കമലയെടുത്തി എത്ര ദിവസം അസുഖം അഭിനയിച്ചിട്ട് ഇവിടെ ഇവിടെ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കമലയെടുത്തി ഞാൻ പോവുക എന്ന് പറയുമ്പോൾ എന്താ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുന്നതെന്ന്. അപ്പോൾ കമല പറയും, അല്ല നീ ഇത്ര പെട്ടെന്ന് പോകേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല, നാളെ സമാധാനത്തിലൊക്കെ പോയാൽ മതിയായിരുന്നെന്ന്. അപ്പോൾ വൈജി വീണ്ടും ചിരിക്കുകയാണ്. എൻ്റെ കമലയെടുത്തി, ഞാൻ ഇവിടെ വരുന്നത് ഇഷ്ടപ്പെടാത്ത കമലയെടുത്തിയാണ് എന്നോട് ഇങ്ങനെ പറയുന്നത്, എന്തിനാണ് കമലയെടുത്തി വെറുതെ ദുഃഖം അഭിനയിക്കുന്നത് എന്ന്. അപ്പോൾ കമല പറയും, നീ വന്നത് എനിക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞത് സത്യം തന്നെയാണ്. കാരണം നീ നിൻ്റെ അധികാരമൊക്കെ അവിടെ ഉപേക്ഷിച്ചിട്ടാണ് വന്നത്. അവിടെ നിൽക്കേണ്ട നീ ആ വീട് അലീനയെ ഏൽപ്പിച്ച് ഇങ്ങോട്ട് വന്നപ്പോൾ എനിക്ക് അതിന് നല്ല ദേഷ്യമുണ്ട്. ആ സംഗതി സത്യം തന്നെയാണ്. എന്തായാലും ആ നാശം പിടിച്ചവൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോയല്ലോ, അത് തന്നെ ഒരു വലിയ ആശ്വാസം എന്ന് പറയുകയാണ് കമല. പിന്നെ കമല വൈജയെ പ്രോത്സാഹിപ്പിക്കുകയാണ്. അതായത് എന്നാലും എൻ്റെ വൈജയെ ഞാൻ സമ്മതിച്ചു തന്നെ, നിൻ്റെ ഈ ഒരു വാശി കാരണം തന്നെയാണ് അവൾ പോയത്. അവളെ വീട്ടിൽ നിന്ന് തുരത്തിയല്ലോ, അതിന് നിന്നെ ഞാൻ നമിച്ചു എൻ്റെ മോളെ എന്ന് പറയുകയാണ്. നീ ഇങ്ങനെ ഒറ്റക്കാലിൽ വാശി പിടിച്ച് നിന്നില്ലായിരുന്നെങ്കിൽ അവൾ ഒരിക്കലും ആ വീട്ടിൽ നിന്ന് പോവില്ലായിരുന്നു, അതും എനിക്ക് ഉറപ്പുള്ള കാര്യമാണെന്ന്. അപ്പോൾ വൈജ പറയും, അതൊക്കെ എനിക്കറിയാം കമലയെടുത്തി, അതല്ല ഞാൻ ഇത്ര ഉറപ്പായിട്ട് നിന്നത്. പിന്നെ എൻ്റെ ഈ ചീത്ത സമയത്ത് ആരൊക്കെ എൻ്റെ കൂടെ നിന്നു, എൻ്റെ കൂടെപ്പറപ്പുകൾ എങ്ങനെ എന്നോട് കാണിച്ചു എന്നൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ടെന്ന്. അപ്പോൾ കമല പറയും, നീ പേടിക്കേണ്ട വൈജയെ, നിനക്ക് എന്ത് പ്രശ്നം വന്നാലും നിൻ്റെ കൂടെ ഞാനുണ്ടാവും, അത് നിനക്ക് ഉറപ്പുള്ള കാര്യമാണ്. ആ നാശം പിടിച്ചവൾ ഇവിടെ നിന്ന് പോയല്ലോ, അത് തന്നെ വലിയൊരു ആശ്വാസം. അപ്പോൾ വൈജ പറയും, അത് ശരിയാണ്, കമലയെടുത്ത് പറഞ്ഞത് എനിക്കറിയാം, നമ്മളെ രണ്ടുപേരും മാത്രമേ അവൾക്ക് വീഴ്ത്താൻ പറ്റാഞ്ഞിട്ടുള്ളൂ എന്ന് പറയുകയാണ്. പിന്നെ കമല വേറൊരു കാര്യം കൂടി പറയും, എന്തായാലും അവൾ പോയത് നിൻ്റെ ഭർത്താവിനും മക്കൾക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഇനി എങ്ങാനും തിരിച്ച് വന്നാലും രണ്ട് കൈയും നീട്ടി സ്വീകരിക്കാൻ അവിടെ ആളുണ്ടാവും, അപ്പം നീ അതിനൊരിക്കലും സമ്മതിച്ച് കൊടുക്കരുത് എന്ന് പറയുകയാണ്. അപ്പോൾ വൈജ പറയും, ഒരിക്കലും സമ്മതിക്കില്ല കമലയെടുത്തിനെ കുറിച്ച് ആലോചിച്ച് പേടിക്കേ വേണ്ട, ഞാൻ അവിടെ ഉള്ളിടത്തോളം കാലം ഇനി അവളെ തിരിച്ചു കയറ്റില്ല. പിന്നെ വേറെ ആരെങ്കിലും അവളെ കല്യാണം കഴിച്ച് സഹായിച്ച് ഈ വീട്ടിലോട്ട് കയറ്റാൻ ഞാൻ മതി. അപ്പോൾ കമല പറയും, ഓ അത് നീ എന്നെ ഒന്ന് കൊള്ളിച്ചതാണല്ലോ വൈജയെ, മനുവിൻ്റെ കാര്യമല്ലേ നീ പറയുന്നത്. അപ്പോൾ വൈജ പറയും, ഞാൻ കൊള്ളിച്ചതല്ല കമലയെടുത്തി, അത് നമ്മൾ പേടിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്തെങ്കിലും ഒരു കാരണവശാൽ മനു അവളെ വിവാഹം കഴിച്ചു കൊടുന്ന അത് നമുക്കാകെ വലിയൊരു ക്ഷീണമാവുന്നു. അപ്പോൾ കമല പറയും, അതൊരിക്കലും ഞാൻ സമ്മതിക്കില്ല, കാരണം അവളെ വിവാഹം കഴിച്ചിട്ട് ഈ വീട്ടിൽ കയറ്റിക്കൊണ്ടുവരാൻ പറ്റുന്നത് ഞാൻ സമ്മതിക്കില്ല. അത് ഞാൻ മനുവിനോടും പറഞ്ഞിട്ടുണ്ട്, ശിവേട്ടനോടും പറഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ ഉള്ളിടത്തോളം കാലം അവളെ ഞാൻ ഈ വീട്ടിലോട്ട് കയറ്റില്ല. അപ്പോൾ വൈജ പറയും, അതൊക്കെ നടന്നാൽ മതി, കമലയെടുത്ത് ഇങ്ങനെ തന്നെ സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കണമെന്ന്. അതൊക്കെ ഞാൻ നിൽക്കും വൈജ, എന്തായാലും നീ പോവാൻ നോക്കിക്കോ എന്ന് പറയുകയാണ്. അപ്പോൾ വൈജ പറയും, എന്നാൽ എന്തായാലും ചേച്ചി കമലയെടുത്ത് ഞാൻ പോവല്ലേ, എനിക്കൊരു ചായ ഉണ്ടാക്കി തായോ. അപ്പോൾ കമല പറയും, ശരി എന്ന് പറഞ്ഞ് കമല ചായ എടുക്കാൻ പോവാണ്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം വൈജ യാത്ര പറയാൻ വേണ്ടി വൈജയുടെ അമ്മയുടെ മുറിയിലോട്ട് ചെല്ലുകയാണ്. അപ്പം അമ്മ അങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ കിടക്കുന്ന അമ്മയെ മെല്ലെ എണീപ്പിച്ചിരുത്താണ് വൈജ. എന്നിട്ട് പറയും, അമ്മയ്ക്ക് ഇന്ന് ക്ഷീണത്തിരി കൂടുതലാണല്ലോ, അമ്മ ഇങ്ങനെ മടിച്ചിരിക്കുന്ന കാരണമാണ് അമ്മയ്ക്ക് ക്ഷീണം കൂടുന്നത്, അമ്മ നടക്കാനായതല്ലേ, എന്നിട്ട് നടക്കാതെ ഇങ്ങനെ മടിയും പിടിച്ചിരിക്കുന്ന പിന്നെ എങ്ങനെ ശരിയാവുക. അപ്പോൾ നമ്മുടെ അമ്മ ചോദിക്കും, ഞാനെന്തിനാ എടുത്ത് നടന്നു കഴിഞ്ഞാൽ ചോദിക്കും, എവിടെയെങ്കിലും അടങ്ങി ഒതുങ്ങി ഇരുന്നൂടെ, അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഇരിക്കുന്നത് നല്ലത്. അപ്പോൾ വൈജ പറയും, അത് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടാൻ പോയിട്ടല്ലേ, അമ്മയ്ക്ക് ഡൈനിങ് ഹാളിൽ വന്നിരിക്കാം, മുറ്റത്ത് ഇറങ്ങി നടക്കാം, ഇതൊക്കെ ചെയ്തുകൂടെ എന്ന് പറയുകയാണ്. അപ്പോൾ സുധാമണി അമ്മ പറയും, എനിക്ക് അങ്ങനെ ഇപ്പോൾ ഇറങ്ങി നടക്കുന്നു വേണ്ട, ഇതിൻ്റെ ഉള്ളിൽ ഇനി ഇരുന്നാൽ മതിയെന്ന്. പിന്നെ നീ എന്താ ഈ ഡ്രസ്സൊക്കെ മാറ്റിയിട്ടെന്ന് ചോദിക്കുകയാണ്. അത് അമ്മ വേറൊന്നുമില്ല, ഞാൻ പോവാണ്, നെടുമ്പുരയ്ക്ക് പോവാണ്, അപ്പോൾ അത് പറയാൻ വേണ്ടി വന്നതാണ്. എന്തായാലും ആ നാശം പിടിച്ചവൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോയല്ലോ, അത് തന്നെ ഒരു സമാധാനം. അപ്പം അമ്മ പറയും, നീ നിൻ്റെ വായൊന്ന് അടക്കി ഒതുക്കി വെക്കണം വൈജയെ, നീ ഇതില്ലെങ്കിൽ നിനക്ക് തന്നെയാണ് പ്രശ്നമാവുക. അപ്പോൾ വൈജ പറയും, അതൊക്കെ പോട്ടെ അമ്മേ, അവൾ എനിക്ക് പോകാൻ നേരത്തെ എനിക്കിട്ടൊരു കുത്തൽ കുത്തിയിട്ടാണ് പോയതെന്ന്. നിന്നെ കുത്തിയെ എന്താ ഉണ്ടായതെന്ന്? അത് വേറൊന്നുമല്ല, 23 വർഷം മുൻപ് ഞാൻ ആഗ്രഹയിൽ ഒരു ആണൊരുത്തൻ്റെ കൂടെ ജീവിച്ചില്ലേ എന്നുള്ള കാര്യം അവൾ എന്നോട് ചോദിച്ചു. അതെങ്ങനെ അവൾ അറിഞ്ഞെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അമ്മ എങ്ങാനും പറഞ്ഞോ? അപ്പോൾ അമ്മ പറയും, ഞാൻ അങ്ങനത്തെ ഒരു കാര്യം പറഞ്ഞിട്ടേ ഇല്ല, എന്തായാലും അവൾ പറഞ്ഞത് കാര്യം തന്നെയല്ലേ, നീ അടങ്ങി ഒതുങ്ങി ജീവിച്ചോളുണ്ട്. അപ്പോൾ വൈജ പറയും, എനിക്കതൊരു ഭയമായിട്ട് കിടക്കുന്നുണ്ട്, എന്തായാലും ബാലചന്ദ്രനോട് അവൾ പറയാൻ ചാൻസ് ഇല്ല, കാരണം ബാലചന്ദ്രനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാലചന്ദ്രൻ അന്നേ എന്നെ ഡിവോഴ്സ് ചെയ്തേനെ, പക്ഷെ അതിനുള്ളൊരു ചാൻസും കാണുന്നില്ല. പക്ഷേ ഇത് അവൾ എങ്ങനെ അറിഞ്ഞു എന്നറിയാതെ എനിക്കൊരു മനസമാധാനവും ഇല്ല.
അപ്പോൾ സുധാമണിയമ്മ പറയും, നീ എന്തായാലും അവൾ പറഞ്ഞതുപോലെ തന്നെ അടങ്ങി ഒതുങ്ങി ജീവിച്ചേക്ക് കേട്ടോ. പിന്നെ അവളും ബാലചന്ദ്രനും തമ്മിൽ ഫോൺ ഒക്കെ ചെയ്യാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നീ അവളെ വെറുപ്പിക്കരുത് ദയവ് ചെയ്തിട്ട്, നല്ല കുട്ടിയായിട്ട് നല്ല പോലെ ജീവിച്ചോളുണ്ടെന്ന്. അപ്പോൾ വൈജ പറയും, അതെനിക്കൊരു ഭയമായിട്ട് കിടക്കുന്നുണ്ട്. ആ പണ്ടാരം പിടിച്ച നാശം പിടിച്ച പെണ്ണൊന്ന് ചത്തുപോയിരുന്നെങ്കിൽ ഒത്തിരി സമാധാനമായേനെന്ന്. അപ്പോൾ സുധാമണിയമ്മ കുറേ ചിത്രം വായിച്ചേനെ, നീ എന്തായി പറയണത്, നിൻ്റെ നാവെടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെ അനാവശ്യമാണ് നീ വളച്ച് പറയുന്നത് എന്ന്. അപ്പോൾ വായിച്ച് പറയും, അമ്മ എൻ്റെ അമ്മയല്ലേ, അവളുടെ അമ്മയല്ലല്ലോ, എന്തിനാണ് അവളെ അമ്മ സപ്പോർട്ട് ചെയ്യണത് എന്ന് പറയണം. അപ്പോൾ അമ്മ പറയും, നീ ഒരു കാലത്ത് നന്നാവില്ല, നിനക്ക് നിൻ്റെ നാവ് ഒതുക്കി വെച്ചാൽ നിനക്ക് നിൻ്റെ ജീവിതം ഉണ്ടാവും, ഇല്ലെങ്കിൽ ചിലപ്പോൾ നിൻ്റെ ജീവിതം നശിച്ചു പോകും, അത് നീ ഓർത്തോടുണ്ട്. നെടുമ്പുരയ്ക്കലേക്ക് പോയി കഴിഞ്ഞാൽ നീ നല്ലപോലെ അവിടെ അടങ്ങി ഒതുങ്ങി ബാലചന്ദ്രൻ പറയുന്നത് അനുസരിച്ച് ജീവിച്ചോളുണ്ട് എന്ന് പറഞ്ഞിട്ട് അമ്മ കുറേ ഉപദേശിക്കണം. എന്തായാലും ഞാൻ അങ്ങോട്ട് പോകാൻ നിൽക്കുകയാണ് അമ്മേ, എന്നാൽ ശരി എന്ന് പറഞ്ഞിട്ട് വൈജ അവിടെ നിന്ന് പോകാൻ തയ്യാറാവണം. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡിൽ. ഇനി നാളത്തെ എപ്പിസോഡിലെ കഥ എന്താണെന്ന് വെച്ചാൽ, അലീനയെ കൊണ്ടുപോകുന്ന വഴിയിൽ ബാലചന്ദ്രനും അലീനയും കൂടി ഒരു സ്ഥലത്ത് വണ്ടി നിർത്തിയിട്ട് അവിടെ നിന്ന് കുറച്ച് നേരം സംസാരിക്കണം. അപ്പോൾ സംസാരിക്കുമ്പോൾ അലീനയോട് പറയും, ഞാൻ സ്റ്റാൻലിയെ കണ്ടിരുന്നു എന്ന്. അപ്പോൾ അലീന സ്റ്റാൻലി എന്ന് പറഞ്ഞ് ബാലേന്ദ്രൻ്റെ മുഖത്തോട്ട് നോക്കും. എന്നിട്ട് അപ്പോൾ ബാലൻ പറയും, സ്റ്റാൻലി ജോസഫ്. സ്റ്റാൻലി ജോസഫിനെ ഞാൻ കണ്ടിരുന്നു, ഞാൻ അയാളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് എന്ന്. അപ്പോൾ അലീന പറയും, സ്റ്റാൻലി ജോസഫോ, അതാരാണെന്ന് എനിക്ക് മനസ്സിലായില്ലേ മോളെ. ആ വീട്ടിലോട്ടാണ് നീ പോകുന്നത്. ഇപ്പോൾ നീ പോകുന്ന കൊളത്തൂപ്പുഴയിലെ സ്റ്റാൻലി ജോസഫിൻ്റെ വീട്ടിലോട്ടാണ്. ഞാൻ അയാളുടെ അടുത്ത് നിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിന്നെ അയാൾ അംഗീകരിക്കാൻ തയ്യാറാണ്. അയാളുടെ വീട്ടിലോട്ടാണ്, അതായത് നിൻ്റെ അച്ഛൻ്റെ വീട്ടിലോട്ടാണ് നമ്മൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന്. അത് കേട്ടതോടു കൂടി അലീന ആകെ ഷോക്കാവും. അച്ഛൻ എന്താണ് ഈ പറയുന്നത്, അച്ഛൻ സ്റ്റാൻലി ജോസഫിനെ കണ്ടിരുന്നു എന്നോ എന്ന്. അപ്പോൾ ബാലേന്ദ്രൻ പറയും, അതെ ഞാൻ കണ്ടിരുന്നു, ഞാൻ കണ്ടു, അയാളോട് ഞാൻ സംസാരിച്ചു, അന്ന് നിന്നെ കാണാൻ വന്നില്ലേ വീട്ടിൽ, അതാണ് സ്റ്റാൻലി ജോസഫ് എന്ന് പറയുകയാണ്. അപ്പോൾ അച്ഛനെ കാണുന്നതിൻ്റെ ഒരു ഞെട്ടലിലാണ് അലീന നിൽക്കുന്നത്. ഇത്രയാണ് നാളത്തെ എപ്പിസോഡ്.